ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാല്ലേ. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ ആകെപ്പാടെ ചർച്ചയാണ്. ദേവയാനി അമ്പലത്തിൽ പോകാനാന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അപ്പം ദേവയാനിയെ കുറിച്ചും നയനിയെ കുറിച്ചൊക്കെയാണ് എല്ലാവരുടെയും കൺഫ്യൂഷൻ കേട്ടോ. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ അനാമികയുടെ അപ്പനും അമ്മയും ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ അനാമികനെ അവിടെ നിന്ന് പറഞ്ഞ് അനന്തപുരി തറവാട്ടിലേക്ക് വിടാൻ നോക്കുന്നുണ്ട്. മോൾ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് പോ, ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, അവിടെ അവളുമാർ അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മോൾ അങ്ങോട്ടേക്ക് ചെല്ലി. ഇപ്പൊ നയനയാണെങ്കിൽ അവിടെ ഇല്ല, മോക്ക് അവിടെ ചെന്ന അധികാരങ്ങളൊക്കെ നേടിയെടുക്കാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല, എന്താ അധികാരമാന്ന് പറഞ്ഞാലും അവരുടെയൊക്കെ മുമ്പിൽ ചെന്ന് കൈകൂപ്പി നിൽക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. അതുമല്ല അവിടുത്തെ അടുക്കള ജോലി മുഴുവൻ ചെയ്യണമെന്നാണോ അമ്മ ഈ പറഞ്ഞു വരുന്നത്? എന്ത് കിട്ടുമെന്ന് പറഞ്ഞാലും എനിക്ക് ഈ അടുക്കള ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ വേണു പറയുക, അതെ ദേവയാനി നയനയെ സ്നേഹിച്ചു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണമുണ്ട്, വേറൊന്നുമല്ല. എനിക്കറിയാം അച്ഛാ വേറൊന്നും അല്ലെന്ന്. അച്ഛനൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. MD ആണല്ലോ ആദർശേട്ടൻ. ആ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയ ആദർശേട്ടന് അതുപോലെ തന്നെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശം ആദർശേട്ടനും തന്നെയാണ്. ആദർശേട്ടനെയാണ് എല്ലാം മേൽനോട്ടം ഏൽപ്പിച്ചിരിക്കുന്നത്. ആദർശേട്ടനാണല്ലോ ഓരോരുത്തർക്ക് ബ്രാഞ്ചുകളൊക്കെ തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ തന്നെ ഇതിന് ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും എല്ലാം ആദർശേട്ടനാണല്ലോ. ആദർശേട്ടൻ MD ആയിട്ടിരിക്കുന്ന കാലം അത്രയും മൂർത്തീസ് ജ്വല്ലറിക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് വല്യമ്മയ്ക്ക് ഇഷ്ടമാണ്. വല്യമ്മ അതിനോട് ആ താല്പര്യം കാണിക്കുന്നത്. തൻ്റെ മകന് ഒരുപാട് സ്വത്തും അതുപോലെ സമ്പത്തും അതുപോലെ പ്രസക്തിയൊക്കെ ഉണ്ടാകുന്നത് ഏതമ്മയെ ആഗ്രഹിക്കാത്തത്? നയന ആദർശേട്ടന്റെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പേരും പെരുമയും അതുപോലെ തന്നെ പണവും ഒക്കെ ഓരോ ദിവസം ചെല്ലും തോറും കൂടി വരും. അതുകൊണ്ടായിരിക്കും വല്യമ്മ അവിടെ വിളിക്കാനായിട്ട് കാല് പിടിച്ചു പോകാനിരിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, മോള് പറഞ്ഞത് 100% ശരി തന്നെയാണ്. അപ്പോഴും മോൾ ഒന്ന് വിചാരിക്കണം, നിന്റെ വല്യമ്മയ്ക്കുണ്ടല്ലോ നയനോട് സ്നേഹം ഉണ്ടായിട്ടല്ലല്ലോ. നയനയോട് സ്നേഹമോ താല്പര്യമോ ഒന്നും ഉണ്ടായിട്ടല്ല. പണം തന്നെയാണ് നിന്റെ വല്യമ്മയ്ക്കും വലുത്. മൂർത്തീസ് ജ്വല്ലറി ഉന്നതിയിലെത്തണമെങ്കിൽ നയന ഇവിടെ വരണം, നയന ഡിസൈൻസ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ എന്തൊക്കെ പറഞ്ഞാലും ആ ബിസിനസ് നടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ബിസിനസ് ട്രിക്കാന്നേ. ആദർശിന്റെ കാര്യം പറഞ്ഞ് ആദർശിന് വേദന ഉണ്ടാകും, ആദർശം ഉറങ്ങില്ല, ആദർശം ഉണ്ണില്ല, ആദർശിന് അസുഖം വരും എന്നൊക്കെ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് വന്നാൽ മൂർത്തീസ് ജ്വല്ലറിക്കല്ലേ അതിന്റെ ലാഭം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ആയിക്കോട്ടെ, നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനിലാണ്. വേറൊന്നുമല്ല, ഇനിയിപ്പൊ നയനയെ കൊണ്ടുവരാൻ പോണോ, നയനയെ പോയി വിളിച്ചോണ്ട് വരേണ്ട വരുവോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആദർശം പറയുന്നുണ്ട്, മിക്കവാറും അവള് മുത്തശ്ശിയും തന്നെ പോയി വിളിച്ചുകൊണ്ട് വരേണ്ട വരും. ഞാനൊന്ന് വിളിച്ചു, അവള് വന്നില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്കതുകൊണ്ട് അവളോട് കുറച്ച് പരിഭവമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ വസുന്ധര പറയുന്നുണ്ട്, അതുവിന് മോനെ പരിഭവപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഏതൊരു അച്ഛനും അമ്മയും മാക്സിമം സഹിക്കാവുന്നതിനും അപ്പുറം കനകദുർഗയും ഗോവിന്ദനും സഹിച്ചിട്ടുണ്ട്. അറിയാലോ, അവളെ ഇവിടെ ഇട്ട് പെടാപ്പാട് പെടുത്തിയിട്ടുണ്ട് നിന്റെ അമ്മ. മരുമകളായിട്ട് അംഗീകരിക്കുന്നില്ല, പോട്ടെ, എങ്കിൽ പിന്നെ കുറച്ച് ദയെങ്കിലും അവളോട് കാണിച്ചുകൂടായിരുന്നോ? പക്ഷെ അങ്ങനെയൊന്നും അല്ല. അവൾ ചെയ്തിരുന്നത് എന്തൊക്കെയായിരുന്നു. പിന്നെ ഇപ്പം മാത്രം എന്തോ അവളുടെ മനസ്സൊന്ന് മാറിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടും അല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു അച്ഛനും അമ്മയും എന്ത് വിശ്വസിച്ച് സ്വന്തം മകൾ ഇവിടെ നിർത്തും? പ്രത്യേകിച്ച് നയനെ പോലൊരു പെണ്ണിനെ. അവളെ ഏത് വീട്ടിലുണ്ടെങ്കിലും ആ വീട് ഇരുന്ന് വാഴുക ചെയ്യുന്നത്, ആ വീടിന് ഐശ്വര്യം ഉണ്ടാവുക ചെയ്യുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു ദിവസം ആയതേ ഉള്ളൂ നയന മോള് പോയിട്ട്. ഈ വീട് ആകെ ഒരു പ്രേതാലയം പോലെയായി. എന്തോ മിണ്ടലും പറയലും ഒന്നുമില്ല, വീട് ഉറങ്ങിക്കിടക്ക. അപ്പോഴത്തേക്ക് നമ്മുടെ ജയനും പറഞ്ഞു കേട്ടോ, അത് അമ്മ പറഞ്ഞത് ശരിയാ, ഈ വീട് ഉറങ്ങിക്കിടക്കുക തന്നെയാ. ദേവയാനിക്കാണെങ്കിൽ രാത്രി ഉറക്കവേ ഇല്ല. അപ്പോഴാണ് നമ്മുടെ അജയൻ പറയുന്നത്, അതെന്താ ഏടത്തിക്ക് ഉറക്കമില്ലാത്തത്? ഏടത്തിക്ക് ഉറക്കം വരേണ്ടതല്ലേ? കാരണം നയന ഇല്ലാത്ത രാത്രികളിൽ സുഖമായിട്ട് ഉറങ്ങാനാണല്ലോ ഏടത്തി ആഗ്രഹിക്കുന്നത്. അതൊക്കെ ശരിയാ അജയ, പക്ഷെ എന്ത് പറയാനാ, മകനിങ്ങനെ ഉറക്കമില്ലാതെ നടക്കുമ്പോ അമ്മയ്ക്ക് ഉറക്കം വരുമോ? എനിക്കറിയാം അച്ഛാ, ഇന്നലെ രാത്രിയാണെങ്കിലും അമ്മ എന്നെ കാണാനായിട്ട് വന്നിരുന്നു. ഞാന് റൂമിലുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അമ്മ വരണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഉറക്കമില്ല, അത് തന്നെയാ കാര്യം. പിന്നെ അമ്മ ഒരിക്കലും നയനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അവര് വെച്ചിരിക്കുന്ന ഉപാധി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മ നയനയെ സ്നേഹിക്കണം, മരുമകളായിട്ട് അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ, അല്ലാതെ എനിക്ക് വേണ്ടി ഒരിക്കലും നയനെ അവരിങ്ങോട്ടേക്ക് പറഞ്ഞയക്കില്ല. അതുകൊണ്ട് തന്നെ വരാനും തീരെ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ജലജ ജാനകിയോട് പറയുന്നുണ്ട്,
ജാനകി ഇത് പറ്റിയ അവസരമാ. അനാമിക ഇവിടുന്ന് പോയി നിൽക്കല്ലേ. ആർക്കും അനാമികേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഒരു താല്പര്യം ഇല്ലെന്ന് എനിക്കറിയാം. നീ എങ്കിലും മുൻകൈ എടുത്ത് അനാമികേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലേലേ അതെങ്ങനെയാ ശരിയാകുന്നത്? അപ്പം ജാനകി പറഞ്ഞു, അത് പിന്നെ മോളെ ഞാൻ വേണ്ടുവോളം വിളിക്കുന്നതാ. പക്ഷെ മോള് വരാൻ കൂട്ടാക്കുന്നില്ല. അവക്കാണെങ്കിൽ ഇവിടെ മടുത്തെന്നാ തോന്നുന്നത്. അറിയാലോ എൻ്റെ മോന്റെ കാര്യം. അവനാണെങ്കിൽ അവളെ കാണുന്നതേ ചതുർത്തിയ. രണ്ടുപേരും ഏത് നേരവും കീരിയും പാമ്പുവാ. ബെഡ്റൂമിൽ പോലും രണ്ടുപേര് രണ്ടായിട്ടാ കഴിയുന്നതെന്നാ തോന്നുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ, കയ്യു കൊള്ളവൻ കാര്യക്കാരൻ. അങ്ങനെ തന്നെയാ. ഇപ്പം ആദർശിന് കുറച്ച് ബ്രാഞ്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദർശ് എല്ലാ ബ്രാഞ്ചിന്റെയും MD-യുമാണ്. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് കുറച്ച് ബ്രാഞ്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ആദർശിനൊപ്പം തന്നെ നിൽക്കാനുള്ള എല്ലാ കഴിവും ആർക്കുണ്ട്? അനിക്കുണ്ട്. പിന്നെ അനിയെ എന്തിനാ മാറ്റി നിർത്തുന്നത്? പിന്നെ ഈ നയന പോകുന്നുണ്ടല്ലോ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക്. അതുപോലെ നീ നിന്റെ മരുമകളെയും ഇടയ്ക്ക് മൂർത്തീസ് ജ്വല്ലറിയിലേക്കൊക്കെ വിടണം. അങ്ങനെ അധികാരം പിടിച്ചു പറ്റാൻ നോക്കണം. അല്ലാതെ എല്ലാ അധികാരവും ആദർശം നയനയും കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. ഏടത്തി പറയുന്നുണ്ട് നയനയെ ഇഷ്ടമല്ല എന്നൊക്കെ. പക്ഷേ ഉണ്ടല്ലോ, ഏടത്തിയുടെ മോൻ പറയുന്നതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കില്ല. അപ്പൊ പിന്നെ നയന ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും. നയന ഏത് വിധേനയും ഏടത്തി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പം ജലജയുടെ ആ ഒരു ഊഹാഭോഗമൊക്കെ ശരിയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ കനകദുർഗയും ഗോവിന്ദരും അതുപോലെ നയനയും നവ്യനെയും നന്ദുവിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേവയാനി നയനയും കൂട്ടി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുകയാണല്ലോ. അപ്പൊ അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നത് ഇങ്ങനെ ദേവയാനിയല്ല കനക ചോദിച്ചപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, അത് പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഇവള് ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവളിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഇവളുടെ അമ്മയല്ലായിരിക്കും ഇവളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ കനക ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒരു പോരായ്ക്കുറവുമില്ല. എല്ലാം നല്ല ടേസ്റ്റുള്ള ഭക്ഷണം തന്നെയാ. പിന്നെ പണ്ടൊക്കെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, ഇവളുടെ ഭക്ഷണം കൊള്ളില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അത് ഇവളോടുള്ള അന്നത്തെ ദേഷ്യം കൊണ്ടും വെറുപ്പ് കൊണ്ടും വിരോധം കൊണ്ടൊക്കെയാ. എന്നോട് ക്ഷമിച്ചേക്കണേ എന്നൊക്കെ ഇങ്ങനെ കനകയോട് ഇപ്പം കനക പറഞ്ഞു, ഇനി ക്ഷേപാമണം ഒന്നും നടത്തേണ്ട കാര്യമില്ല. പ്രായച്ചിത്ത കാവിൽ പോയി പ്രായച്ചിത്തം ചെയ്തപ്പോൾ തന്നെ എല്ലാ ദോഷങ്ങളും തീർന്നു. എല്ലാ ക്ഷേപാമണവും അവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. പിന്നെ ഇനി എനിക്ക് അനന്തപുരി തറവാട്ടിലേക്ക് ധൈര്യമായിട്ട് വരാലോ. എല്ലാവരുടെയും മുമ്പിൽ വന്ന് എനിക്കും കുറച്ച് കളിക്കാനൊക്കെ ഉണ്ട്. ആ ജലജയുടെയും അതുപോലെ തന്നെ ജാനകിയുടെയും മുമ്പിലൊക്കെ എനിക്കൊന്ന് തകർത്താടണം. ഇനിയിപ്പം അതിന് പറ്റിയ അവസരങ്ങളാണല്ലോ എന്ന് പറഞ്ഞപ്പം എപ്പോഴാണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോന്നാൽ മതി എന്നിങ്ങനെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ വിവരം നമ്മളല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. എൻ്റെ മകൻ പോലും അറിയരുത്. അതെനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞപ്പം, അയ്യോ അതെന്നെ ആദർശനോട് പറഞ്ഞാൽ ആദർശമോൻ എല്ലാം അറിഞ്ഞാൽ സന്തോഷിക്കല്ലേ ഉള്ളൂ. അപ്പൊ നയനയും പറയുന്നുണ്ട്, അത് പിന്നെ അമ്മയെ നമുക്ക് ആദർശനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? അല്ലെങ്കിൽ പിന്നെ ആദർശേട്ടൻ വീണ്ടും വീണ്ടും എന്നെ വെറുക്കില്ലേ? എന്നോട് ഇഷ്ടക്കേട് കാണിക്കില്ലേ? ഇപ്പൊ തന്നെ ആദർശേട്ടൻ ഞാൻ ഫോൺ വിളിച്ചിട്ടൊന്നും എടുത്തില്ല. ഫോൺ വിളിച്ചിട്ട് കട്ടാക്കി വിടുക ചെയ്തത്. ഇനിയിപ്പം ഞാൻ അമ്മയുടെ കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേ ആദർശേട്ടനെ ഓർക്കില്ല. ആദർശേട്ടൻ വിളിച്ചിട്ട് ഞാൻ വന്നില്ല, അമ്മ വിളിച്ചിട്ട് വന്നെന്ന്. അത് പിന്നെ പരാതിയും പരിഭവവും എന്നോടുള്ള വെറുപ്പൊക്കെ ആയിട്ട് മാറില്ലേ? വീർത്തിട്ടുണ്ട് എത്ര ദിവസം? 2 ദിവസത്തിൽ കൂടുതലൊന്നും മോളെ അവൻ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നേ. നീ ഇല്ലാതെ അവൻ ഒരു പോളെ കണ്ടടയ്ക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അവൻ 2 ദിവസം കൊണ്ട് മസിൽ പിടിച്ച് നിൽക്കട്ടെ. അതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ചാൽ മതി. പക്ഷെ ഈ വിവരം ഇപ്പൊ ആരോടും പറയാൻ പാടില്ല. എൻ്റെ ഭർത്താവും എൻ്റെ മകനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അച്ഛനും ഒക്കെ മാറി മാറി ഇപ്പം എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അതറിയാലോ. എത്ര തവണ ഞാൻ ചോദിച്ചെന്നറിയാമോ ആരാണ് എനിക്ക് കരള് തന്നതെന്ന്? എന്നിട്ട് അവരൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. അവര് മാത്രമല്ല നിങ്ങളും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പറ്റിക്കാന്ന് വിചാരിച്ചത്. പക്ഷേ ഇനിയിപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു കളി നടക്കില്ലെന്നറിയാം. ഏതായാലും അവരിതൊന്നും അറിയരുത്. പിന്നെ അറിയാലോ, അവിടെ ശത്രുക്കളാ എനിക്കും നയനമോൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും പല പല പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയാണ്, അത് പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ ശത്രു വേറെ ആരുമല്ല, ആ അനാമിക തന്നെയാ. ആ അനാമികനെ ഒന്ന് വല്യമ്മ സൂക്ഷിക്കണം. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്ന് സൂക്ഷിച്ചേക്കണം എന്ന് പറഞ്ഞപ്പം, അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ ഞാൻ പറയാം. വല്യമ്മേ നല്ലട്ടോ, അമ്മായി നട്ട വിളിക്കുന്നത്. അമ്മായി, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അനിയുടെ ജീവിതം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവരെങ്ങനെയെങ്കിലും ഒന്നിച്ചു പോകുവാണെങ്കിൽ ഒന്നിച്ചു പോട്ടെ. അനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമേ സങ്കടമുള്ളൂ എന്ന് പറയുമ്പം, അതേ മോളെ എനിക്കും അനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമേ സങ്കടമുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്കിടയിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നു എങ്കിൽ ഞാൻ ചിലപ്പം ആ വിവാഹം നടത്താൻ സമ്മതിച്ചേനെ. പക്ഷേ
ആ സമയത്തൊന്നും എനിക്ക് ആരെയും കണ്ടുകൂടായിരുന്നല്ലോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും അനിയും അനാമികയൊക്കെ ഒന്നിപ്പിക്കണം. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാരണം. ആദർശ് മോനെ പോലെ തന്നെ സ്നേഹിച്ച ഞാൻ അനിയും ആദർശം സത്യം പറഞ്ഞാൽ എനിക്ക് രണ്ടല്ല, രണ്ടുപേരും എൻ്റെ മക്കൾ തന്നെയാ. എൻ്റെ വയറ്റിന് ഇടം കൊടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവനെ ഞാൻ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ഒരാളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടേ, വേറൊന്നുമല്ല. ഇനിയിപ്പോൾ അനി വിളിക്കുകയാണെങ്കിൽ ഫോണൊന്നും എടുക്കരുത്. മോള് തന്നെ ഒഴിഞ്ഞു മാറി നടക്കണം. അവരുടെ ജീവിതത്തിൽ നമ്മൾ കല്ലുകടി ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ നമ്മുടെ നന്ദുവിനോട് പറയുന്നുണ്ട്. നന്ദു ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നയനിയും കൂട്ടി അങ്ങോട്ടേക്ക് അനന്തപുരി തറവാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. നമ്മുടെ നയനിയും കൂട്ടി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് കാണുമ്പോൾ തന്നെ വണ്ടടിക്കാണ്. ആദർശനൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആദർശ് തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇപ്പം ആരെയാ പറ്റിക്കുന്നതെന്ന് അറിയത്തില്ല. ആദർശന് ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയാട്ടോ ആദർശിന്. അപ്പൊ എല്ലാവരും കാത്തിരുന്നതിനെ കാണുമ്പോൾ നമ്മുടെ ടീച്ചറിന്റെ കഥ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നാളെ മുതൽ നമ്മുടെ ടീച്ചറിന്റെ കഥ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവരെ കയറി കണ്ടു നോക്കാം. നമ്മൾ പ്രമോവിശേഷം ഇന്നിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.